അപ്പോൾ നമസ്തേ ഓൾ ടു ഉഷാസ് കുട്ടി ലോകം. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ഞാൻ ഈ വർഷം ഫെബ്രുവരിയിൽ പ്രയാഗ്രാജിൽ പോയായിരുന്നു. അപ്പോൾ പ്രയാഗ്രാജിൽ പോയ വിശേഷങ്ങളൊക്കെ കാണാമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ പോയത് ഫ്ലൈറ്റിൽ വഴിയാണ്. ഞാൻ കൊച്ചി ടു ബോംബെ അങ്ങനെയായിരുന്നു. പിന്നെ ബോംബെ ടു പ്രയാഗ്രാജ് അങ്ങനെയായിരുന്നു യാത്ര. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ജീരക മിഠായി കഴിക്കാമല്ലോ. ഇതൊക്കെ കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങളാട്ടോ. ജീരക മിഠായി അല്ലെങ്കിൽ അങ്ങനെ നാരങ്ങ മിഠായി, ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് തരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫ്ലൈറ്റ് കയറിയപ്പോൾ ഒരു ചായ കുടിച്ചു. ആ സൂര്യനും ആ ഒരു ചായയും കൂടെ ഭയങ്കര കോമ്പിനേഷനായിരുന്നു. സോ ഐ റിയലി എൻജോയ്ഡ് ദ ഫ്ലൈറ്റ് ഓൾസോ. പിന്നെ ഫ്ലൈറ്റിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ എൻ്റെ ഈ കൂടെ നടക്കുന്ന ഗണപതി ഭഗവാനും ദേവിയും കൂടിയിട്ടാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രയാഗ്രാജിലേക്ക് കഴിഞ്ഞപ്പം അവിടെ പ്രയാഗ്രാജ് ടു നമ്മുടെ ആ എയർപോർട്ടിൽ നിന്ന് ഇതൊരു ആശ്രമമാണ്, അമ്മയുടെ ആശ്രമത്തിലേക്ക് നമ്മൾ വന്നതാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് നടന്നു പോകാനേ പറ്റുള്ളൂ, വണ്ടിയൊന്നുമില്ല. സോ ട്രോളിയും പിടിച്ച് നടന്നിട്ടാണ് വന്നത്. ഇത് സ്വാമിജി സത്സംഗം തരികയാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം നമുക്കൊരു സത്സംഗമൊക്കെ ഉണ്ടായി. എന്നും ഭജനയും സത്സംഗവും ഉണ്ടാവും. പിന്നെ കൂടാതെ പ്രസാദവും തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വക കുറേ എക്സ്പ്ലോറേഷനാണ്. അത് ഞാൻ കുറേ സ്ഥലത്ത് അവിടെയുള്ള സകല ആ സെക്ടറിലുള്ള ഓരോ ആശ്രമങ്ങളും ഓരോ അമ്പലങ്ങളിലും ഒക്കെ സെറ്റപ്പ് ചെയ്തത് പോകാൻ പറ്റി. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി. ഞാൻ പ്രൊഡക്ട്സ് കൊണ്ടായിരുന്നു. അപ്പോൾ സ്ലീക്ക് ബാഗായിരുന്നു അവരുടെ കയ്യിൽ കണ്ടത്. അപ്പോൾ അവരത് മേടിച്ചു, ഭയങ്കര ഇഷ്ടമായി. പിന്നെ രാഹുൽ രാജ് നമ്മുടെ മ്യൂസിക് ഡയറക്ടറിനെ കാണാൻ പറ്റി. പിന്നെ നേത്രക്കുമ്പ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു സംഭവമാണ്. എത്രയോ ലക്ഷങ്ങൾ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് സ്പെക്സ് കൊടുക്കുക, അല്ലെങ്കിൽ കണ്ണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ വരയ്ക്കുകയും ചെയ്തു കേട്ടോ. നമ്മുടെ കുഞ്ഞിബേറിനെയൊക്കെ അവിടെ നിന്നാണ് വരച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, അത് നിങ്ങൾ കേട്ടു. അടച്ചിട്ടേക്കാം ഈ വഴിയൊക്കെ എങ്ങനെയൊക്കെയോ സോറി അടച്ചിട്ടായിരുന്നു വേറൊരു വഴി. എൻ്റെ അമ്മേ, അവിടെയാണ് അടച്ചിട്ടേക്കണേ. ഇതിപ്പോൾ ഒരു സ്മോൾ വഴിയാണ് എന്ന് തോന്നണം. എന്തായാലും നാഗവാസുകി ടെമ്പിളിലേക്ക് പോകാൻ ഇത്ര ഇതാവും ഇത് വിചാരിച്ചില്ല. ഇവിടെ കുറേ പേര് പോകണമെന്ന് അവരുടെ കൂടെ ഇങ്ങനെ പോവാ. ഇത്ര വൃത്തിയുള്ള വഴിയൊന്നുമല്ല, എന്നാലും പോവാ. കണ്ടോ ഒരു രോഗം കിടക്കണ കണ്ടോ. ഓക്കെ, ഇതൊക്കെ കാണാനുണ്ട്. ഇത് തിരിഞ്ഞു പോണ്ടേ? എങ്ങനെയാ തിരിഞ്ഞു പോവാ? ഇനി അത് നോക്കണം. അങ്ങോട്ട് കട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാ?
എന്തോ ഒരു വഴി. ठीक है जाना है तो आपकी इच्छा चिंता हमारे पास समय नहीं ഇപ്പോൾ ടെമ്പിളിലേക്ക് പോകാൻ നല്ല ദൂരമുണ്ട്. എന്നുവെച്ചാൽ ഇത് കണ്ടോ, ഈ കാണാവുന്ന ജനങ്ങളെല്ലാവരും ഇനി ത്രിവേണി സംഘത്തിലേക്കാണ് പോണത്. ആ വഴി തന്നെയാണ് നാഗവാസുകിയും. എന്തായാലും ഒരു റൂട്ട് കണ്ടെത്തി. പക്ഷെ അയ്യോ, അതൊരു വല്ലാത്ത റൂട്ടാണ്. എന്തായാലും പ്രയാഗ്രാജിൽ വന്നിട്ട് ഷോർട്ട് കട്ട്സ് എങ്ങനെ പോകണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. എനിക്കെന്തായാലും ഭയങ്കര ഒരു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയാണ്, വഴികളെപ്പോഴും നേർവഴികളെല്ലാം സ്റ്റോപ്പായിട്ട് നിൽക്കും. പക്ഷെ എപ്പോഴും പല വഴികൾ തുറന്നു വച്ചിട്ടുണ്ടാവും. ആ പല വഴി കൂടെയാണ് നമ്മൾ പോണത്. സോ ദിസ് ദി മെസ്സേജ് ഫോർ ടുഡേയ്സ് യാത്ര. ഇന്നിപ്പോൾ ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് ഇതാണ് കാര്യം. ത്യജിക്കാൻ നമ്മൾ ഒരിക്കലും നെവർ ഗിവ് അപ്പ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ നമുക്ക് എവിടെയും എത്താൻ പറ്റും. അതുതന്നെയാണ്. സോ ഐ എം സ്റ്റോപ്പിംഗ് ദിസ് വീഡിയോ ഓവർ ഹിയർ. ഇനി അവിടെ എത്തിയിട്ട് എടുക്കാം. അപ്പം നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നാഗവാസുകി ടെമ്പിളിൽ പോയി. പിന്നെ ഞാൻ പോയത് ഡിജിറ്റൽ കുംഭ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അവിടുത്തെയും വിശേഷങ്ങളാണ് ഇതൊക്കെ. അതും കേൾക്കാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവരവിടെ ഇരുത്തി നമ്മളെല്ലാവരെയും ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് നമ്മൾ ഓരോ യുഗങ്ങളും എങ്ങനെയാണ് ആ കുംഭം മേളയിലേക്ക് വന്നത് എന്നുള്ളത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഓരോ വീഡിയോ കാണിക്കും. ആൻഡ് അവിടെ ഒരു പ്രൊജക്ടറും ഉണ്ടാവും. അപ്പം ഇത് സൈഡിൽ കാണിക്കണത് ഒരു AI ഒരു ഇതാണ്. നമുക്ക് ആ ഗുരുജിയോട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഒരു ഉത്തരങ്ങളൊക്കെ തരും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ദെൻ തിരിച്ച് മടങ്ങി വന്നു. മഹാകുംഭം എന്ന് പറഞ്ഞിട്ടൊരു ഒരു എക്സിബിഷൻ്റെ ഒരു ഇത് കണ്ടു. അത് കഴിഞ്ഞ് അവിടെ തന്നെ നല്ല രസമായിരുന്നു. നാഗവാസുകി ടെമ്പിളിലേക്ക് പോയപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണിത്. നാഗവാസുകി ടെമ്പിൾ ഏറ്റവും പഴക്കമുള്ള ഒരു എത്രയോ വർഷം മുന്നേ ഉള്ള ഒരു അമ്പലമാണ് ആ പ്രയാഗ്രാജിലുള്ളത്. അതിൻ്റെ അത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഭയങ്കര ഉയരത്തിലാണ് അത് അവിടേക്ക് പോകാനും അതേ ക്യൂ ആയിരുന്നു. നിന്ന് തന്നെയാണ് പോയത്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറയാന്ന് വെച്ചാൽ. ബിക്കോസ് ടിപ്പ് ഓഫ് മുകളിൽ നിന്നിട്ട് നമുക്ക് പ്രയാഗ്രാജ് ഫുൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ട പോലെ ആ നടന്ന് ഓരോ സമയത്തും ഓരോ എന്താ പറയുക ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ സ്റ്റോപ്പ് വെച്ചായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് കട്ടായിട്ടുള്ള വഴികളൊക്കെ അവർ നിർത്തി വെച്ചായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും എന്ന് വെച്ചാൽ നേരെ പോണ വഴികൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഊടുവഴികൾ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയായിരുന്നു പോയത്. നോക്കൂ, ഇതാണ് നല്ലൊരു വ്യൂ അല്ലേ? നാഗവാസുകി ടെമ്പിളിൽ നിന്നുള്ള വ്യൂ ആണിത്.
അത് കഴിഞ്ഞ് പിന്നെ ശിവരാത്രി ആയി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ശിവരാത്രിയുടെ അന്ന് നമുക്ക് വ്രതം എടുക്കുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് ഒരു ഫുഡ് ഉണ്ടായിരുന്നു. അതാണ് ഇതിൽ സീത കഴിച്ച സീതപ്പഴം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്തിരിയുണ്ട്, പഴമുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രയാഗ്രാജിൽ ഞാൻ ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചത്തോളം ഉണ്ടായി പ്രയാഗ്രാജിൽ. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഓസം എക്സ്പീരിയൻസ്. ആശ്രമത്തിലായാലും അതെ, ഈവൻ ദ ട്രിപ്പ് ഓൾസോ. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. Until next time, thank you for joining me into this കുട്ടി പ്രയാഗ്രാജ് trip video.